Good afternoon all. ഇന്ന് നടന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹൈഡ്രോളജി, ഡെപ്യൂട്ടി എഞ്ചിനീയർ സിവിൽ ഈ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എക്സാമിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അതുപോലെ ആ ഒരു സെയിം ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് ഇതിലും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്ക്ഔട്ട് സെഷൻസിൽ നമ്മൾ പ്രോബ്ലം ചെയ്യിപ്പിക്കാറുണ്ട് ഒരുപാട്. ആ പ്രോബ്ലംസിൽ നിന്നും സിമിലർ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയുള്ള എക്സാംസിനും നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെയായിരിക്കും ലെവൽ വരാൻ പോകുന്നത്. ഒരു എ ലെവൽ അല്ലെങ്കിൽ ഒരു ഗേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ഒന്ന് നോക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അറിയാൻ പറ്റും ഒരു 12 ക്വസ്റ്റ്യൻ മാക്സിമം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് RCCയിൽ നിന്നാണ്, റെയിൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ നിന്നാണ്. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. അപ്പൊ ഇതിൽ നിന്നും നമുക്കൊരു 10-11 ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സ്ട്രക്ചർ അനാലിസിസിന് 6 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വാട്ടർ റിസോഴ്സസ് സർവേയിങ്, എസ്റ്റിമേഷൻ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ 5 ക്വസ്റ്റ്യൻസ് വീതവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതർ സബ്ജക്ട്സും അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. So first question, determine the deflection at free end of the cantilever of span 4 meter in which a point load of 10 kilonewton is acting at a distance of 3 meter from fixed end. Take flexural rigidity of 50 into 10 square kilonewton meter square. ഇപ്പൊ ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാ ഡേറ്റാസും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു കാന്റിലിവർ ബീം ആണ്. സോ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഒരു കാന്റിലിവർ ബീം ആണ്. അതിന് 3 മീറ്റർ സ്പാനിൽ W എന്ന് പറയുന്ന ഒരു പോയിന്റ് ലോഡ് ഇരിപ്പുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ ആണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫ്ലക്ഷൻ അറ്റ് ദി ഫ്രീ എൻഡ്. ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് ഈ പോയിന്റ് ലോഡിന്റെ അടിയിലുള്ള എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ തന്നെ സ്ലോപ്പും കണ്ടുപിടിക്കാൻ പറ്റും. ബൈ യൂസിങ് ദിസ് ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് അറ്റ് പോയിന്റ് ലോഡ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ്. അപ്പോൾ ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് Δ1 plus Δ2 ആയിരിക്കും. And this Δ1 will be equal to deflection at this point, and this Δ2 is equal to this distance. So ഈ ഡിസ്റ്റൻസ് L2 and ഈ ഡിസ്റ്റൻസ് L1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ L2 into θ1, അതായത് സ്ലോപ്പ് അറ്റ് ഫസ്റ്റ് പോയിന്റ്, സ്ലോപ്പ് അറ്റ് ദിസ് പോയിന്റ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു Δ1 നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം, WL³ divided by 3EI plus L2 into θ1. L2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 മീറ്റർ ആണ് കിട്ടുന്നത്. സോ 1 into θ1 will be equal to WL² divided by 2EI. So substitute the given values and we will get a value 27 mm. So the answer will be option C, 27 mm. The next question. So question number 2. A 3-span continuous beam with one end fixed and other supports on rollers. The degree of static indeterminacy is. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എത്രയാണെന്നാണ്. സോ ഒരു എൻഡ് ഫിക്സ്ഡ് ആണെന്ന് പറയുന്നുണ്ട്, ബാക്കി എല്ലാം റോളേഴ്സിലാണ് നമുക്ക് വരുന്നത്. 3 റോളേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയാണ് 3 സ്പാൻ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് റിയാക്ഷൻസ് മൈനസ് നമ്പർ ഓഫ് ഇക്വേഷൻസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഫിക്സഡ് എൻഡിൽ 3 റിയാക്ഷൻസ് വരും, റോളറിൽ 1 ഈച്ച് വരും. അപ്പൊ ടോട്ടൽ റിയാക്ഷൻ എന്ന് പറയുന്നത് 3 + 1 + 1 + 1 that is 6. So number of reactions minus number of equations is equal to 3 എന്ന് നമുക്ക് കിട്ടും. So answer is option B, 3.
Now, question number 3. The sum of distribution factors in moment distribution method is. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സിന്റെ സം എടുത്താൽ നമുക്ക് കിട്ടുന്നത് 1 ആണ്. So answer is option A, 1. The next question, a simply supported T-beam section with flange 10 by 1 centimeter and web depth from flange is 10 centimeter with 1 centimeter thickness carrying a uniformly distributed load of 10 kilonewton per meter over a span of 4 meter. The maximum bending stress in the section is at. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ടി ബീം ആണ്. സോ നമുക്ക് ടി ബീമിന്റെ സെക്ഷൻ വരയ്ക്കാൻ പറ്റും. സോ ടി ബീമിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് ഫ്ലാഞ്ച് വിഡ്ത്ത് 10 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ഫ്ലാഞ്ച് ഈസ് 1 സെന്റിമീറ്റർ ആൻഡ് ഡെപ്ത് ഓഫ് വെബ് ഈസ് 10 സെന്റിമീറ്റർ ആൻഡ് തിക്നെസ് ഓഫ് വെബ് ഈസ് 1 സെന്റിമീറ്റർ. ആൻഡ് നമുക്ക് തന്നിട്ടുള്ള ഡേറ്റാസ് യൂസ് ചെയ്ത് centroid കണ്ടുപിടിക്കാൻ പറ്റും with respect to y axis. So the centroid will be lies at a distance of 7.75 centimeter. 7.75 centimeter from the bottom. So the maximum നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് maximum bending stress ആണ്. So the maximum bending stress will be 7.75 centimeter from the neutral axis. അതായത് ന്യൂട്രൽ ആക്സിസിൽ നിന്നും സെൻട്രോയിഡിലൂടെ ആയിരിക്കും ന്യൂട്രൽ ആക്സിസ് പാസ് ചെയ്യുന്നത്. ന്യൂട്രൽ ആക്സിൽ നിന്നും 7.75 സെന്റിമീറ്റർ താഴെ ആയിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉള്ള പോയിന്റ്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി 7.75 സെന്റിമീറ്റർ. Fifth question. A pin jointed plane stress considered as stable and determinate if. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം ഡിറ്റർമിനേറ്റ് ഇൻഡിറ്റർമിനേറ്റ് കണ്ടീഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? നമുക്ക് ഡിറ്റർമിനേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡിറ്റർമിനേറ്റ് ആകണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഇസ് m പ്ലസ് r ഇസ് ഈക്വൽ ടു 2g. ഈക്വൽ ടു 2g ആണെങ്കിൽ അത് നമ്മൾ ഡിറ്റർമിനേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഗ്രേറ്റർ ദാൻ 2g ആണെങ്കിൽ ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് ഇൻഡിറ്റർമിനേറ്റ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡിറ്റർമിനേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഇസ് ഈക്വൽ ടു m പ്ലസ് r ഇസ് ഈക്വൽ ടു 2g. The next question, a continuous beam of ABC with a support A hinge, B and C are on rollers having a span of AB, BC are 6 meter and 4 meter respectively. There is an internal hinge at the middle of the span BC at D. Find the values of ordinate at D corresponding to ILD for the shear at A. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്കൊരു കണ്ടിന്യൂസ് ബീം ആണ് തന്നിട്ടുള്ളത്. ABC is a continuous beam and എ എന്ന് പറയുന്ന സപ്പോർട്ട് ഹിഞ്ച്ഡ് ആണ് ആൻഡ് ബി ആൻഡ് സി ആർ റോളേഴ്സ്. സോ നമുക്ക് അതിന്റെ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഡയഗ്രാം വരച്ചിട്ട് ILD ഡയഗ്രാം യൂസ് ചെയ്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദി ബീം. സോ ദിസ് ഈസ് എ, ബി ആൻഡ് സി. അപ്പൊ ഇതിന്റെ ILD നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ so hinge is located at a point D. So this hinge-ലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹിഞ്ചിലെ ഓർഡിനേറ്റ് ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഓർഡിനേറ്റ് അറ്റ് D ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ക്വസ്റ്റ്യനിലെ സ്പാൻ തന്നിട്ടുണ്ട് ആൻഡ് ദി സ്പാൻ is 6 meter and this is 4 meter. സോ നമുക്ക് സിമിലർ ട്രയാങ്കിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഓർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ദിസ് ഓർഡിനേറ്റ് വിൽ ബി ഈക്വൽ ടു 1/3. സോ നമ്മൾ ഓർഡിനേറ്റ് എവിടെയാണോ എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഈ ഓർഡിനേറ്റിന്റെ വാല്യൂ മാറുന്നത്. സോ ആൻസർ ബിയും ഡിയും ആവാം, അതായത് -1/3 ആവാം, 1/3 ആവാം. നമ്മൾ ഓർഡിനേറ്റ് മുകളിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ -1/3യും ഓർഡിനേറ്റ് താഴെയാണ് എടുക്കുന്നതെങ്കിൽ ILDയുടെ ഓർഡിനേറ്റ് താഴെയാണെങ്കിൽ നമുക്ക് +1/3യും കിട്ടും. സോ ആൻസർ ഇറ്റ് മേ ബി ബി ഓർ ഡി. A 3-hinged parabolic arch has a span of L, central rise H and loaded with a uniformly distributed load of W per unit length on the span. The value of bending moment in the arch on the
quarter span is. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ given that it is a 3-hinged parabolic arch, in the case of a 3-hinged parabolic arch with UDL, it gives a funicular shape. So we have to find out the bending moment. This bending moment will be equal to 0 because of its funicular shape. The next question, a simply supported beam AB of span 8 meters supports a point load of 20 kilonewton at 2 meters from the support A and uniformly distributed load of 15 kilonewton for a length of 4 meters from support B. The location of maximum bending moment in the beam is at. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം having A, this end is A and this is B, and span നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8 meter and supports a point load 20 kilonewton at 2 meter from support A. A എന്ന് പറയുന്ന സപ്പോർട്ടിൽ നിന്ന് 2 meter ഡിസ്റ്റൻസിൽ നമുക്കൊരു 20 kilonewton ലോഡ് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് a uniformly distributed load of 15 kilonewton per meter for a length of 4 meter from support B. Support B യിൽ നിന്നും 4 meter ഡിസ്റ്റൻസിൽ നമ്മുടെ UDL ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, which is 15 kilonewton per meter. സോ ഇത്രയും ഡേറ്റ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് RA ആൻഡ് RB കണ്ടുപിടിക്കാൻ പറ്റും. സോ RA will be equal to RA is 30. അതായത് നമുക്ക് മൊമെന്റ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. വെർട്ടിക്കൽ റിയാക്ഷനും മൊമെന്റ് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? RA ആൻഡ് RB കണ്ടുപിടിക്കാൻ പറ്റും. സോ RA is equal to 15 kilonewton കിട്ടും. And RB will be equal to 30 kilonewton. Then നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഒക്കെ അറിയുന്ന പോയിന്റ് ആണ്. അപ്പൊ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആണെങ്കിൽ ആ പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും എന്ത് വരയ്ക്കാൻ പറ്റും? ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത്, ഇതിൽ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ this 50 kilonewton ഒരു 50 kilonewton ലോഡ് ഉണ്ട്. Then this load is varying. So this load is varying. സോ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഒരു ഈ UDLന്റെ ഒരു പോയിന്റിലായിട്ട് നമുക്ക് 0 ഷിയർ ഫോഴ്സ് കിട്ടും. സോ അത് നമുക്ക് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ എക്സിന്റെ ഡിസ്റ്റൻസ്, ഇത് എക്സ് എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ്, അതായത് ഈ സെക്ഷനിലുള്ള ബെൻഡിങ് മൊമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോറി, ഷിയർ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യണം. ഈ പോയിന്റിലുള്ള, അതായത് ഈ സെക്ഷനിലുള്ള ഷിയർ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ ഷിയർ ഫോഴ്സ് അറ്റ് ദിസ് പോയിന്റ്, ദിസ് സെക്ഷൻ ഈസ് ഈക്വൽ ടു 15 മൈനസ് this 15 into നമ്മൾ ഈ ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 0. സോ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് 15 ഡിവൈഡഡ് ബൈ 15 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.33. സോ 3.33 ഡിസ്റ്റൻസ് ഫ്രം ദി ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും ആൻസർ. ആ പോയിന്റിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഒക്കർ ചെയ്യുന്നത്. സോ ദ ആൻസർ വിൽ ബി 3.33 meter from the right support. റൈറ്റ് സപ്പോർട്ടിൽ നിന്നും 3.33 meter ആയിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. കാനീസ് മെത്തേഡ് ഈസ്, നമുക്കറിയാം കാനീസ് മെത്തേഡ് സ്ട്രക്ചർ അനാലിസിസിൽ വരുന്നതാണ്. ഒരു ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് ആണ് വരിക. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. Now question number 10. In stress strain diagram, prove stress is measured corresponding to a strain of. ഇതും നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവിനകത്ത് എപ്പോഴും പഠിക്കുന്നതാണ്. 0.2% ആണ് വരുന്നത്. 0.2% സ്ട്രെയിൻ ആണ് കറസ്പോണ്ടിങ് ആയിട്ട് വരും. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. Now question number 11. ഇത് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. A concrete block 2 meter high, 2 meter wide and 1 meter thick is used for holding mud at one side of the block as shown in the figure. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിഗർ തന്നിട്ടുണ്ടായിരുന്നു. The density of the concrete is 2500 kilogram per meter cube, while the density of the mud is 1600 kilogram per meter cube. Take specific weight of water as 10 kilonewton per meter cube.
if the coefficient of friction between the ground and the concrete block is 0.16, നമുക്ക് mu ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, then the mud height at which the block will start to slide, അതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സൊല്യൂഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ട് നമുക്കൊരു കോൺക്രീറ്റ് ബ്ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു മഡ് ബ്ലോക്കും ഉണ്ട്. അപ്പൊ അതിൽ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, FH എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഈ മഡ് കൊടുക്കുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സും അതുപോലെ ഫ്രിക്ഷനും കൂടി ഇക്വേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻസ് ഒന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് വെയിറ്റ് ഓഫ് ദ കോൺക്രീറ്റ് വാൾ കണ്ടുപിടിക്കാം. അപ്പൊ വെയിറ്റ് ഓഫ് ദ കോൺക്രീറ്റ് വാൾ എന്ന് പറയുമ്പോൾ റോ ജി വി നമുക്കറിയാം, ബേസിക് ഇക്വേഷൻ ആണ്. Rho is the density, G is the acceleration due to gravity, and V is the volume. So volume of the block question correct ആയിട്ട് പറയുന്നുണ്ട് 2 into 2 into 1 ആണ്. Okay. Now അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോട്ടൽ ഫോഴ്സ് എത്രയാണ്, അതായത് കോൺക്രീറ്റ് ബ്ലോക്ക് കൊടുക്കുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ ടോട്ടൽ ഫോഴ്സ് is equal to mu, coefficient of friction കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, into weight of the concrete wall. അപ്പോൾ mu into നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത W, വെയിറ്റ് ഓഫ് ദ വാള് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ മഡ് ഓൺ ദ വാൾ ആണ്. മഡ് കൊടുക്കുന്ന ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, റോ ഇൻറ്റു ജി ഇൻറ്റു HC ഇൻറ്റു എ, അതായത് വോളിയം തന്നെയാണ്, ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഇവിടെ HC എന്ന് പറയുന്നത് സെന്റർ ഓഫ് പ്രഷർ ആണ്, സെന്റർ ഓഫ് പ്രഷർ ആയിട്ട് നമ്മൾ എടുക്കണം. That is the point at which the total pressure acts is known as center of pressure. അപ്പൊ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. റോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, HC സെന്റർ ഓഫ് പ്രഷർ നമ്മൾ H/2 ആയിട്ട് എടുക്കുന്നു, H into 1 നമ്മൾ ടോട്ടൽ വോളിയം അല്ലെങ്കിൽ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഈ രണ്ട് ഇക്വേഷൻസ്, ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2, അതായത് കോൺക്രീറ്റ് വാൾ കൊടുക്കുന്ന ആ ഒരു ഫ്രിക്ഷൻ കാരണമുള്ള ഫോഴ്സും മഡ് കൊടുക്കുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി 1.414 ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 1.5 മീറ്റർ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് കൊടുക്കുന്ന ഫ്രിക്ഷൻ റെസിസ്റ്റൻസും മഡ് കൊടുക്കുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സും കൂടെ ഇക്വേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പൊ അപ്രോക്സിമേറ്റ്ലി ആൻസർ ഇസ് 1.5. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. For the cylindrical log of wood freely floating in water as shown in the figure. ഇതിലും ഫിഗർ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. Go through the following statements. നമുക്ക് കുറെ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് 2ഉം 3ഉം ആണ്. അതിന്റെ കാരണം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ആസ് ദ ഡെപ്ത് ഓഫ് സബ്മർജൻസ് ഇൻക്രീസസ് ദ ബോയൻസി ഹൈറ്റ് ഫ്രം ദ സെന്റർ ഡിക്രീസസ്. അതായത് നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ എത്ര പാർട്ടാണോ വെള്ളത്തിനടിയിലേക്ക് പോകുന്നത് അതിനനുസരിച്ച് എന്ത് പറ്റും, ബോട്ടത്തിൽ നിന്നുള്ള ഹൈറ്റ് കൂടും. അതായത് ബോഡിയുടെ ബോട്ടത്തിൽ നിന്നുള്ള ഹൈറ്റ് കൂടുകയും സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കുറയുകയും ചെയ്യും. അതാണ് നമ്മൾ ഡെപ്ത് ഓഫ് സബ്മർജൻസ് ആയിട്ട് പറയുന്നത്, വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്ന പാർട്ട്. ഓക്കെ, ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡെപ്ത് ഓഫ് സബ്മർജൻസ് ദ ബോഡി ഈസ് ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ M above G ആയിരിക്കണം, മെറ്റാസെൻട്രിക് ഹൈറ്റ് ഇസ് above G. അപ്പൊ എത്ര ഡെപ്ത് സബ്മർജ് ചെയ്താലും നമ്മൾ ടിൽറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു മെറ്റാസെൻട്രിക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഡെപ്ത് ഓഫ് സബ്മർജൻസ് അനുസരിച്ച് നമുക്ക് ഒന്നും അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. സോ ദ സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ കറക്റ്റ്. Okay. Now, question number 30. The velocity in meter per second at a point in a two-dimensional flow is given as V is equal to 3I plus 4J. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇക്വേഷൻ ഫോർ സ്ട്രീം ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് എത്രയാണെന്നാണ്. അപ്പൊ നമുക്കറിയാം dy by dx is equal to v by u. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3I plus 4J എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ V4 ആണ്, U എന്ന് പറയുന്നത് 3 ആണ്.
So dy by dx is equal to v by u, which is equal to 4/3 എന്ന് നമുക്ക് കിട്ടും. ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ 4dx is equal to 3dy എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ 4dx minus 3dy is equal to 0. So the answer is option B. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടുന്നത്. Now, question number 40. On an immersed body in a flowing fluid, the drag force is due to. നമുക്കറിയാം ഡ്രാഗും ലിഫ്റ്റും ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഇമേഴ്സ്ഡ് ബോഡി, അത് എയറിലായാലും ശരി വെള്ളത്തിലായാലും ശരി, അതിൽ ഡ്രാഗും ലിഫ്റ്റും ആക്ട് ചെയ്യുന്നുണ്ട്. ഡ്രാഗ് എന്ന് പറയുന്നത് പാരലൽ ടു അല്ലെങ്കിൽ എലോങ് ദ ഡയറക്ഷൻ ഓഫ് ദി മൂവ്മെന്റും, ലിഫ്റ്റ് എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ അല്ലെങ്കിൽ മൂവ്മെന്റ് ആണ് വരിക. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഡ്രാഗ് ആണ്. അപ്പൊ ഡ്രാഗ് ആയതുകൊണ്ട് ഓപ്ഷൻ സി ആൻസർ വരും. ദാറ്റ് ഇസ് ദ ഡൈനാമിക് ഫോഴ്സ് കമ്പോണന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. അപ്പൊ അത് മറക്കാതിരിക്കുക. ഡ്രാഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോയും ലിഫ്റ്റ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് ഫ്ലോയുമാണ്. So the next question, 15th question, the range of Root's number of a weak hydraulic jump is. So this commonly ചോദിക്കുന്നതാണ്, ഓരോ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. So the answer will be option B, 1.7 to 2.5. Now, question number 60. ഇത് നമുക്ക് എഞ്ചിനീയറിംഗ് ഹൈഡ്രോളജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമ്മൾ ക്വസ്റ്റൻ വായിക്കുമ്പോൾ കുറച്ച് ലോങ് ആയിട്ട് തോന്നുമെങ്കിലും ആപ്ലിക്കേഷൻ എളുപ്പമാണ്. അപ്പൊ നമുക്ക് നോക്കാം. റെയിൻഫോൾ ഓഫ് ഇന്റൻസിറ്റി 30 mm per hour is occurring over a catchment area of 2 kilometers square. Area തന്നിട്ടുണ്ട് 2 kilometers square. The duration of the rainfall is 3 hours. It was calculated that the total surface runoff reaching the river is 60,000 meter cube. അതായത് volume of runoff ആണ് നമുക്ക് തന്നിരിക്കുന്നത്. The total rainfall and the total abstractions in this rainfall are. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ എത്ര മഴ പെയ്തു, ടോട്ടൽ എത്ര ലോസ് വന്നു, അതാണ് ടോട്ടൽ അബ്സ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് ഹൈഡ്രോളജിയിൽ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? precipitation minus losses is equal to runoff. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ precipitation എന്ന് പറയുന്നത് റെയിൻഫോൾ ആണ്. അപ്പൊ ആദ്യം നമുക്ക് ടോട്ടൽ റെയിൻഫോൾ എത്രയാണെന്ന് നോക്കാം. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 30 mm per hour ആണ്. മഴ പെയ്തത് 3 മണിക്കൂറത്തേക്കാണ്. അപ്പൊ നമ്മുടെ ടോട്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത് 30 into 3, അതായത് 90 mm അഥവാ 9 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, ടോട്ടൽ റെയിൻഫോൾ എത്രയാണ്? ടോട്ടൽ റെയിൻഫോൾ ഇസ് 9 സെന്റിമീറ്റർ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റൺ ഓഫ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എങ്കിലേ നമുക്ക് ലോസസ് കിട്ടൂ. അപ്പൊ റൺ ഓഫിന് ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? വോളിയം ആയിട്ടാണ് തന്നിരിക്കുന്നത്. 60,000 മീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. ഏരിയ തന്നിട്ടുണ്ട് 2 കിലോമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് എങ്ങനെ റൺ ഓഫ് ഡെപ്ത് കണ്ടുപിടിക്കാം? റൺ ഓഫ് ഡെപ്ത് ഇസ് ഈക്വൽ ടു വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ. അതായത് 60,000 മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ 2 into 10⁶ മീറ്റർ സ്ക്വയർ എന്ന് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് 3 സെന്റിമീറ്റർ റൺ ഓഫ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് റെയിൻഫോളും കിട്ടി, റൺ ഓഫും കിട്ടി. അപ്പൊ ഇനി നമുക്ക് ലോസ് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ ലോസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ലോസ് ഇസ് ഈക്വൽ ടു 9 minus 3 which is equal to 6 centimeter. So നമുക്ക് ഓപ്ഷൻ കിട്ടുന്നത് ബി ആണ്, 9 centimeter and 6 centimeter. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 70. ഇത് ഹൈഡ്രോഗ്രാഫിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രോഗ്രാഫിന്റെ തിയറി അറിയാവുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ടോട്ടൽ റെയിൻഫോൾ ഫോർ എ 3 hour ഡ്യൂറേഷൻ സ്റ്റോം is 9 centimeter. അപ്പൊ ടോട്ടൽ റെയിൻഫോൾ തന്നിട്ടുണ്ട് 9 സെന്റിമീറ്റർ ആണ്. The loss rate over the catchment is 2 centimeter per hour. അതായത് 9 സെന്റിമീറ്റർ മഴ പെയ്തപ്പോൾ നമുക്കുണ്ടായ ലോസ് എന്ന് പറയുന്നത് 1 മണിക്കൂറിൽ 2 സെന്റിമീറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, the peak of the flood hydrograph is 330 meter cube per second. നമുക്കറിയാം 3 ഹൈഡ്രോഗ്രാഫ് ആണുള്ളത്. ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ്,
ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് ആൻഡ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് ആണ്. ബേസ് ഫ്ലോ എന്ന് പറയുന്നത് 30 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പീക്ക് ഓഫ് 3 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ് ചോദ്യം. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ പീക്ക് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലഡ് ഹൈഡ്രോഗ്രാഫിൽ നിന്നും യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ടോട്ടൽ മഴ എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്. ലോസ് റേറ്റ് 2 സെന്റിമീറ്റർ പെർ അവർ ആണ്. അപ്പൊ ഞാൻ ആദ്യം ഫ്ലഡ് ഹൈഡ്രോഗ്രാഫിന്റെ പീക്ക്, അതായത് 330 മൈനസ് ബേസ് ഫ്ലോ 30 ചെയ്യുമ്പോൾ എനിക്ക് 300 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇതെന്താണ്? DRHന്റെ പീക്കാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് പീക്ക് ഓഫ് DRH കിട്ടി. ഇതിൽ നിന്നും യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ ടോട്ടൽ റൺ ഓഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പീക്ക് ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഇസ് ഈക്വൽ ടു പീക്ക് ഓഫ് DRH ഡിവൈഡഡ് ബൈ ടോട്ടൽ റൺ ഓഫ്. അപ്പൊ നമുക്ക് ടോട്ടൽ റൺ ഓഫ് കണ്ടുപിടിക്കണം. നമ്മുടെ ടോട്ടൽ റെയിൻഫോൾ എത്രയാണ്? 9 സെന്റിമീറ്റർ ആണ് ടോട്ടൽ റെയിൻഫോൾ എന്ന് പറയാം. ഇറ്റ് ഇസ് 9 സെന്റിമീറ്റർ. ഇനി ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 1 മണിക്കൂർ 2 ആണ്. മൊത്തം 3 മണിക്കൂറുണ്ട്. അപ്പൊ എത്രയായി? 6 സെന്റിമീറ്റർ ആണ് നമുക്ക് വരുന്ന ടോട്ടൽ ലോസ്. അപ്പൊ ലോസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ റൺ ഓഫ് ഇസ് ഈക്വൽ ടു 9 മൈനസ് 6 വിച്ച് ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? ആ സെന്റിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എപ്പോഴും ഓർക്കുക, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുമ്പോൾ 1 സെന്റിമീറ്റർ റൺ ഓഫിനുള്ള കോർഡിനേറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് 300 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഇസ് 100 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. സോ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഫ്ലഡ് ഹൈഡ്രോഗ്രാഫിന് ബേസ് ഫ്ലോ കളഞ്ഞാൽ ഡയറക്റ്റ് റൺ ഓഫ് കിട്ടും. ഡയറക്റ്റ് റൺ ഓഫിനെ ടോട്ടൽ റൺ ഓഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 സെന്റിമീറ്ററിനുള്ള ഡിസ്ചാർജ് കിട്ടും. ദാറ്റ് ഇസ് 100 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ നമ്മൾ വർക്ക്ഔട്ട് സെഷനിലൊക്കെ ചെയ്തിട്ടുള്ള പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ അവൈലബിൾ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ദ സോയിൽ ഡെപ്ത് ഇസ് വിത്ത് ഡെപ്ത് ഇസ് 20 സെന്റിമീറ്റർ പെർ മീറ്റർ. അതായത് നമ്മുടെ ആ സോയിലിൽ അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ പെർ മീറ്റർ ആണ്. ദ റൂട്ട് സോൺ ഡെപ്ത് 1 മീറ്റർ ആണ്. അപ്പൊ പെർ മീറ്ററിനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? 20 സെന്റിമീറ്റർ അല്ലെങ്കിൽ 200 mm ആണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ദ ഫീൽഡ് ഈസ് ടു ബി ഇറിഗേറ്റഡ് when 50% of the available moisture content in the root zone is depleted. The daily consumptive use of water for the crop is 10 mm. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 10 mm വെച്ചിട്ടാണ് evapotranspiration നമുക്ക് നഷ്ടപ്പെടുക. So 10 mm per day. The water application efficiency is 50%. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വെള്ളം കൊടുക്കുന്നു അതിന്റെ 50% മാത്രമേ റൂട്ടിൽ കിട്ടുന്നുള്ളൂ. The frequency of irrigation and the depth of water for cultivation. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 200 mm ആണ് ആകെ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ആ റൂട്ട് സോണിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന 200 mm ആണ്. അത് 50% കുറയുമ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. ഓക്കെ, അപ്പൊ 50% കുറയുക എന്ന് പറഞ്ഞാൽ 100 mm ആയിട്ട് മാറണം. അപ്പൊ 100 mm ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യണം? ഇറിഗേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം കൊടുക്കണം. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 50% മാത്രമേ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ഉള്ളൂ. അപ്പൊ നമ്മൾ എത്ര വാട്ടർ അപ്ലൈ ചെയ്യേണ്ടി വരും? ഡെപ്ത് ഓഫ് വാട്ടർ അപ്ലൈഡ് അല്ലെങ്കിൽ ഡെപ്ത് ഡെലിവേർഡ് ഇസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 50/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 50% നമുക്ക് എഫിഷ്യൻസി ഉള്ളൂ. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 200 mm എന്ന് കിട്ടും. അതായത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് 200 mm. 200 mm ഒഴിച്ചാൽ മാത്രമേ 100 mm നിങ്ങൾക്ക് കിട്ടുള്ളൂ, അതായത് റൂട്ടിൽ കിട്ടുന്നുള്ളൂ. അപ്പൊ 200 mm എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ആൻസർ കിട്ടി. ഡെപ്ത് ഓഫ് വാട്ടർ ഫോർ കൾട്ടിവേഷൻ എത്രയാണ്? 20 സെന്റിമീറ്റർ നിങ്ങൾ കൊടുക്കണം. കാരണം 50% എഫിഷ്യൻസി ഉള്ളൂ. അപ്പൊ 20 സെന്റിമീറ്റർ കൊടുത്താലേ 10 സെന്റിമീറ്റർ റൂട്ടിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 100 mm റൂട്ടിൽ കിട്ടുള്ളൂ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ ആണ്. അതായത്
റൂട്ടിലേക്ക് പോകുന്ന ഈ 100 mm അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ എത്ര ദിവസം കൊണ്ടാണ് തീരുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 100 mm ആണ് റൂട്ടിൽ കിട്ടുന്നത്, ഡിവൈഡഡ് ബൈ 10 mm വെച്ചിട്ടാണ് ഇവാപോ ട്രാൻസ്പിറേഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, 10 mm പെർ ഡേ. അപ്പൊ എത്ര ദിവസം കൊണ്ടാണ് തീരുന്നത്? 10 ദിവസം കൊണ്ട് അത് തീരും. അതായത് 10 ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ആൻസർ വരുന്നത് 10 ഡേയ്സും 20 സെന്റിമീറ്ററും ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതും നമുക്ക് ഹൈഡ്രോളജിയിലുള്ളതാണ്. സ്ട്രീം ഫ്ലോ മെഷർമെന്റിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്ന ഒരു കറണ്ട് മീറ്റർ റേറ്റിംഗ് കർവ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടിയിട്ടുള്ളതാണ്. ദ മാക്സിമം നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർമിറ്റഡ് ഇസ് 20,000 per second. അതായത് അത്ര റെവല്യൂഷൻസ് മാത്രമേ ഈ കറണ്ട് മീറ്റർ നമ്മൾ പെർമിറ്റ് ചെയ്തിട്ടുള്ളൂ. The same current meter is used for the measurement of stream velocity, and it was observed that the total number of revolutions in 1 minute was 6,000. നമുക്ക് കിട്ടിയ റീഡിംഗ് എന്ന് പറയുന്നത് 6,000 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കറണ്ട് മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലോ വെലോസിറ്റി മെഷർ ചെയ്യാനാണ്. അപ്പൊ ഈ ഒരു റെവല്യൂഷൻസ് വെച്ചിട്ടാണ് നമ്മളത് യൂഷ്വലി മെഷർ ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടിയ റീഡിംഗ് 6,000 ആണ്. കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി ആണ്. അപ്പൊ ഇത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ അറിയാം, v is equal to an plus b. ഇതിനെ നമുക്ക് a plus bn എന്നും എഴുതാം, കുഴപ്പമില്ല. n-ന്റെ കൂടെ വരുന്നത് എപ്പോഴും സ്ലോപ്പ് ആയിരിക്കുന്നു മാത്രം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇവിടെ v is equal to an plus b എന്നാണ് ഞാൻ എഴുതിയത്. അപ്പൊ a-യുടെ വാല്യൂ നമുക്ക് ഗ്രാഫിൽ തന്നിട്ടുണ്ട്. a എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്, ദാറ്റ് ഇസ് 0.01 ഇൻറ്റു നമുക്ക് നമ്പർ ഓഫ് റെവല്യൂഷൻസ് തന്നിരിക്കുന്ന 1 മിനിറ്റിൽ 6000 ആണ്. പക്ഷെ ഗ്രാഫിൽ പറയുന്നതോ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 6000 ഡിവൈഡഡ് ബൈ 60 എങ്കിലേ അത് സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ആവുള്ളൂ. പ്ലസ് ബി എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ്, അതും ഗ്രാഫിൽ തന്നിട്ടുണ്ട് 0.12. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ തോന്നും, ബി ഇസ് ഈക്വൽ ടു a പ്ലസ് ബി എൻ ആണോ an പ്ലസ് ബി എൻ ആണോ? രണ്ടും എഴുതാവുന്നതാണ്. പക്ഷെ n-ന്റെ കൂടെ, അതായത് നമ്പർ ഓഫ് റെവല്യൂഷൻസിന്റെ കൂടെ നിങ്ങൾ വരുന്നത് ബി ആണെങ്കിലും a ആണെങ്കിലും അത് സ്ലോപ്പ് ആയിട്ട് എടുക്കുക, മറ്റത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആയിട്ടും എടുക്കുക. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, 1.12 മീറ്റർ പെർ സെക്കൻഡ്. Now, next question. ഇതും നമുക്ക് ഗ്രൗണ്ട് വാട്ടർ ഹൈഡ്രോളജിയിൽ നിന്നുള്ള ചോദ്യമാണ്. Through recuperation test, it was obtained that the specific yield of the soil is 0.01 per hour. Okay. The sides of the open well is fully covered with concrete and the inner diameter of the well is 2 meter. If the well works under a safe depression head of 1.4 meter, the ratio between safe yield to specific capacity. ഇതാണ് ചോദ്യം. അപ്പൊ ഈ ക്വസ്റ്റിനുള്ള ഒരു ചെറിയ പ്രോബ്ലം എന്ന് പറഞ്ഞാല് നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് Q ആണ്. Q is equal to C into A into H. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ C എന്ന് പറയുന്നതാണ് സ്പെസിഫിക് yield 0.01. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, H എന്ന് പറയുന്നത് സേഫ് ഡിപ്രഷൻ ഹെഡ്. പക്ഷെ ക്വസ്റ്റ്യനിൽ റേഷ്യോ ആയിട്ടാണ് പറയുന്നത്. നമുക്ക് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ കിട്ടത്തില്ല, നമുക്ക് Q കണ്ടുപിടിച്ചാലേ ഈ ഓപ്ഷൻസിനകത്തുള്ള ആൻസർ കിട്ടുള്ളൂ. അപ്പൊ Q is equal to നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C എന്ന് പറയുന്നത് 0.01 മൾട്ടിപ്ലൈഡ് ബൈ A എന്ന് പറയുന്നത് π/4 ഇൻറ്റു തന്നിട്ടുണ്ട് ഡയമീറ്റർ 2 ആണ്, 2 സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ H എന്ന് പറയുന്നത് 1.4. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 43.9 സംതിങ് ലിറ്റേഴ്സ് പെർ അവർ എന്നാണ് കിട്ടുക. നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 44 ആണ്. സോ ആൻസർ വരുന്നത് 44 ലിറ്റേഴ്സ് പെർ അവർ. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാണ്, ക്വസ്റ്റ്യനിലെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. റേഷ്യോ അല്ല പക്ഷെ എടുക്കേണ്ടത്, റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. ജസ്റ്റ് Q is equal to C into A into H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ആൻസർ ഇസ് ഓപ്ഷൻ A. So next question, 21st question.
The theodolite, the telescope of which can be revolved in a vertical plane about its horizontal axis is known as. അപ്പൊ ഇതും നമുക്ക് കോമൺ ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ എ ട്രാൻസിറ്റ് തിയോഡോലൈറ്റ് ആണ്. The next question, a 20-meter tape is found to be 0.1 meter too short throughout measurement. If the distance measured is recorded as 200 meter, what will be the actual distance measured? നമുക്ക് ടേപ്പിന്റെ ഒറിജിനൽ ലെങ്ത് തന്നിട്ടുണ്ട്. Now that tape will be too short of 0.1 meter. So നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേപ്പ് 0.1 meter too short ആണ്. So now it become 19.9. That divided by the original tape length എന്ന് പറയുന്നത് 20 meter ആണ് and the measured length is 200. നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 199 meter കിട്ടും. So the answer will be option C, 199 meter. Now, question number 23. A total station is a combination of the following set of instruments. നമുക്ക് സർവേയിൽ വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് EDM, ദാറ്റ് ഇസ് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റിന്റെയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് തിയോഡലൈറ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. Then next question, a staff reading taken on a point non reduced level is termed as. ഇപ്പൊ നമുക്കറിയാം നോൺ റിഡ്യൂസ്ഡ് ലെവലിൽ എടുക്കുന്ന റീഡിങ്ങിനെ നമ്മൾ ബാക്ക് സൈഡ് റീഡിംഗ് എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ ഡി is the answer. The standard time meridian in India is 82 degree 30 minute east. If the standard time at any instant is 15 hour 10 minute, the local mean time for a place with a longitude 20 degree east will be equal to. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് സ്ഥലത്തുള്ള, അതായത് ഇന്ത്യയിലുള്ള നമുക്ക് സ്റ്റാൻഡേർഡ് ടൈം തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ എന്താ ഡയറക്ഷനും തന്നിട്ടുണ്ട്. 82 degree 30 minute ഈസ്റ്റ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 82 degree 30 minute ഈസ്റ്റ് ആണ്. അപ്പൊ അവിടുത്തെ ടൈം എന്ന് പറയുന്നത് 10 minute ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 20 degree ഈസ്റ്റിൻ്റെതാണ്. സോ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 20 degree ഈസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം കിട്ടും. സോ 82 degree 20 into 10 divided by 20 into 10 divided by 82 degree 30 minute. ഇത് നമുക്ക് കിട്ടും. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് ആൻസർ കിട്ടും. ആ കിട്ടുന്നതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 82 degree, ഇന്ത്യയിലെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ 82 degree 30 minute ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 20 degree ഈസ്റ്റ് ആണ്. സോ ആ കിട്ടുന്നതിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്യുകയാണെങ്കിൽ ഈ 15 hours 10 minute ആണ് നമുക്ക് തന്നിട്ടുള്ള ടൈം. സോ 15 hour 10 minutes കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 15 hours 10 minute കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇത് ചെയ്ത് കിട്ടുന്ന ആൻസർ ഈ റീഡിങ്ങിൽ നിന്നും, അതായത് 15 hour 10 minute നിന്നും ആ ടൈമിനേക്കാളും കുറവായിരിക്കും 20 degree ഈസ്റ്റ്. കാരണം എന്താണ്, ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിനെക്കാളും കുറവായിരിക്കും. സോ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അവിടുത്തെ ടൈം എന്ന് പറയുന്നത് 11 AM ആയിരിക്കും. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, 11 AM. Now, match the following. മാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ എസ്റ്റിമേഷൻ എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡോർ ഷട്ടേഴ്സിന്റെ വുഡ് വർക്ക്. അപ്പൊ അതിന് വരുന്നത് നമുക്കറിയാം മീറ്റർ സ്ക്വയർ ആണ് വരിക. ഇനി റീബാർ ബെൻഡിങ് ആണെങ്കിൽ നമ്മൾ കിൻഡലിലാണ് മെഷർ ചെയ്യുന്നത്. ഇനി റോക്ക് എക്സ്കവേഷൻ ആണെങ്കിൽ മീറ്റർ ക്യൂബ്, ദാറ്റ് ഇസ് ആദ്യത്തെ ക്യൂബിക് മീറ്റർ ആണ് നമുക്ക് വരിക. അയൺ ബാർ ത്രെഡിങ് ആണെങ്കിൽ സെന്റിമീറ്ററിലാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ മാച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇത് സിമ്പിൾ ആയി, റിലേറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Now, question number 27. A deposit taken as a guarantee from the bidder while submitting a tender is known as. നമുക്കറിയാം എന്താണ് വരിക, ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആണ്. നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. സോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ.
Then next question, 28th question. The original cost of property after allowing for depreciation is known as. നമുക്കറിയാം ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ ഒറിജിനൽ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? ബുക്ക് വാല്യൂ ആണ്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ, ബുക്ക് വാല്യൂ. Okay. The weight of steel reinforcement of 1 cubic meter is equal to. ഇതൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സ്റ്റീലിന്റെ ഡെൻസിറ്റി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പെർ മീറ്റർ ക്യൂബിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം 7850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് സ്റ്റീലിന്റെ ഡെൻസിറ്റി വരും. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. A fund that is gradually accumulated by periodic or annual deposit for the replacement of building or structure at the end of its useful life is termed as. ഇതും എസ്റ്റിമേഷൻ എന്നുള്ള ചോദ്യമാണ്. നമുക്കറിയാം സിങ്കിങ് ഫണ്ട് ആണ് നമ്മൾ അതിനായിട്ട് മാറ്റി വെക്കുന്നത്. ഒരു ചെറിയൊരു എമൗണ്ട് മാറ്റി വെക്കും നമുക്ക് എൻഡ് ഓഫ് ദി ലൈഫ് പീരീഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, സിങ്കിങ് ഫണ്ട്. The next question, 31st question. The deciduous tree fall under the category of. അപ്പൊ ഇത് നമുക്കറിയാം സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ചോദ്യം തന്നെയാണ്. നമ്മൾ ഓവർസിയർ എക്സാമിനായാലും ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ദ ആൻസർ എല്ലാവർക്കും അറിയാവുന്നതാണ്, എക്സോജിനസ് ട്രീ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Okay, next question number 32. Based on modulus of elasticity, timber used for construction purposes are classified as group B when. ഇത് ടിംബറിൽ നമുക്ക് കുറെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഗ്രൂപ്പ് ബി എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഗ്രൂപ്പ് ബിയിൽ വരുന്നത് ഓപ്ഷൻ സി ആണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻ ബെൻഡിങ് above 9.8 kilonewton per mm square and below 12.5 kilonewton per mm square. ഇത് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. The next question, as per relevant Bureau of Indian Standard, the soundness of 43 grade of OPC tested according to Lashley's apparatus should not be more than. ഈ ക്വസ്റ്റ്യനും നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓവർസിയർ എക്സാമിൽ വരെ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്. സോ ദ ആൻസർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ 10 mm ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Now question number 34. Match the following. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള പേയ്മെന്റ്സിൽ നിന്നുള്ള ഒരു പേയ്മെന്റ് മെറ്റീരിയൽസിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ബിറ്റുമെൻ. ഇപ്പൊ ബിറ്റുമെൻ നമുക്കറിയാം എങ്ങനെയാണ്, ബിറ്റുമെൻ ഇമൾഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബിറ്റുമെൻ ഇമൾഷൻ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ആക്ച്വലി ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇതിനകത്ത് തെറ്റായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ അതിൽ ബിറ്റുമെൻ ഇമൾഷൻ എന്ന് പറയുമ്പോൾ ലിക്വിഡ് പ്രോഡക്റ്റ് കണ്ടെയ്നിങ് ബിറ്റുമെൻ ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഇൻ ആൻ അക്വസ് മീഡിയം. അത് ശരിയാണ്. അപ്പൊ ഓപ്ഷൻ എസ്, അതായത് എസ് ആണ് നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ആയിട്ട് വരാം. ഇനി ബ്ലോൺ ബിറ്റുമെൻ എന്ന് പറഞ്ഞാൽ ഫ്ലക്സിംഗ് അസ്ഫോൾട്ട് ബിറ്റുമെൻ ഇൻ ദ പ്രസൻസ് ഓഫ് സം സ്യൂട്ടബിൾ ലിക്വിഡ് ഡിസ്റ്റിലേറ്റ്സ് ഓഫ് ബ്ലോൺ ബിറ്റുമെൻ എന്ന് പറയുന്നത് ക്യൂ ആണ്. obtained by passing air under pressure at a higher temperature. നമ്മൾ ബ്ലോൺ ബിറ്റുമെൻ എന്ന് പറയുന്നത് എയർ പാസ് ചെയ്യുമ്പോഴാണ് ബ്ലോൺ ബിറ്റുമെൻ എന്ന് പറയും. ഇനി കട്ട് ബാക്ക് ബിറ്റുമെൻ, അത് നമുക്ക് ഈസിയാണ്, നമുക്ക് ഇതിൽ മാച്ച് ചെയ്യാൻ എളുപ്പം ആവുന്നത് അങ്ങനെയാണ്. ഇപ്പൊ കട്ട് ബാക്ക് ബിറ്റുമെൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് കെറോസിൻ, കോള് അല്ലെങ്കിൽ പെട്രോളിയം നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ പി ആണ് വരിക. ഫ്ലക്സിംഗ് അസ്ഫോൾട്ടിക് ബിറ്റുമെൻ ഇൻ പ്രസൻസ് ഓഫ് സം സ്യൂട്ടബിൾ ലിക്വിഡ് ഡിസ്റ്റിലേറ്റ്സ് ഓഫ് കോൾ, ടാർ ഓർ പെട്രോളിയം. ഇനി നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത് സ്ട്രേറ്റ് ബിറ്റുമെൻ ആണ്. സ്ട്രേറ്റ് റൺ ബിറ്റുമെൻ അത് നമുക്കറിയാം, ഡിസ്റ്റിൽ ടു എ ഡെഫിനിറ്റ് വിസ്കോസിറ്റി ഓർ പെനിട്രേഷൻ വിത്തൗട്ട് ഫർദർ ട്രീറ്റ്മെന്റ്. അപ്പൊ ഇതിൽ ആൻസർ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഇമൾഷനും കട്ട് ബാക്ക് ബിറ്റുമെനും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് മാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. Now, a plastic material obtained by oxidizing linseed oil into rubber-like substance mixed with ground cork, wood flour and pigments is known as. ഇത് വീണ്ടും ബിൽഡിംഗ് മെറ്റീരിയൽസിനുള്ള ക്വസ്റ്റൻ ആണ്. ആൻസർ വരുന്നത് ലിനോളിയം ആണ്. ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. A finely ground powder containing an admixture forms a gas on being mixed with water and expands the mixture to 3 or 4 times its volume is known as. The answer is pyroxene. Option C ആണ് ആൻസർ. ഇതൊക്കെ നമ്മൾ ഡെഫിനിഷൻ ആയിട്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ്. The next question, 37th question. Identify the process used in conditional assessment of existing structure.
സോ ഓപ്ഷൻസ് ഇങ്ങനെ ആണ്: വിഷ്വൽ ഇൻസ്പെക്ഷൻ വിത്ത് ഓർ വിത്തൗട്ട് NDT, ഫൈൽഡ് ആൻഡ് ലബോറട്ടറി ടെസ്റ്റിംഗ്, ഡേറ്റ അനാലിസിസ്, സീലിംഗ് എക്സിസ്റ്റിംഗ് ട്രാക്സ്. അപ്പൊ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഈ എല്ലാ, അതായത് ഫസ്റ്റ് 3 നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കണ്ടീഷണൽ അസസ്മെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചേഴ്സിൽ. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. ഫസ്റ്റ് മൂന്ന് ഓപ്ഷൻസും വരും, അതായത് വിഷ്വൽ ഇൻസ്പെക്ഷൻ വിത്ത് ഓർ വിത്തൗട്ട് NDT, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്, ആൻഡ് ഫൈൽഡ് ആൻഡ് ലബോറട്ടറി ടെസ്റ്റിംഗ് ആൻഡ് ഡാറ്റ അനാലിസിസ്. ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. Then 38th question, plastic settlement cracks occur in concrete due to first one excess bleeding, second one rapid cooling, rapidly early drying conditions, then fourth one lack of cover. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് തേർഡ് ആണ്, ദാറ്റ് ഈസ് excess bleeding and rapid early drying conditions. So the answer will be option A. First and third is correct. Now, a special formwork which moves continuously without support from ground used in tall building construction is. നമുക്ക് പല ടൈപ്പ് ഓഫ് ഫോംവർക്സ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ടോൾ ബിൽഡിംഗ്സിൽ യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഫോംവർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഇസ് സ്ലിപ്പ് ഫോം, ഓപ്ഷൻ സി. The next question, a wall that is constructed to carry the load to the structure above it is known as. So load carrying structure ആണ്, so it is known as load bearing wall. So the answer is option B, load bearing wall ആണ്. Then 41st question, moment due to triangular load of masonry wall about the lintel is taken up. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാന്റിലിവർ ലോഡ്, കാന്റിലിവർ ബീമാണ്. ലിൻഡൽ എന്ന് പറയുമ്പോൾ ഒരു കാന്റിലിവർ ബീമാണ് ആൻഡ് ആക്ടിങ് എ ട്രയാങ്കുലർ ലോഡ്. സോ നമുക്ക് അത് കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ WL/6 ആയിരിക്കും. ജസ്റ്റ് അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക ആൻഡ് മൾട്ടിപ്ലൈഡ് വിത്ത് ദി ഡിസ്റ്റൻസ്, അതിന്റെ സെന്ററോടെ ഡിസ്റ്റൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദ ആൻസർ വിൽ ബി WL/6. ക്വസ്റ്റ്യൻ നമ്പർ 42. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ എറർ ഉണ്ട്, അതെന്താണെന്ന് പറയാം. ആസ് പെർ IS 456/2000 the pH value of water used in building constructions shall be എന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷെ ആക്ച്വലി ക്വസ്റ്റ്യൻ വരേണ്ടത് shall not be less than 6 എന്നാണ് വരേണ്ടത്. പക്ഷെ shall be എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ആൻസേഴ്സ് ഓപ്ഷൻസ് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു ക്വസ്റ്റ്യനിൽ ഒരു എറർ ആണ്, അതുകൊണ്ടാണ് ആൻസർ കാണിക്കാത്തത്. കോഡ് അനുസരിച്ച് shall not be less than 6 എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല. The next question, the purpose of underpinning is, for first one, to strengthen an existing foundation, to deepen an existing foundation, to construct a new foundation, and fourth one, to construct a basement in an existing building. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അണ്ടർപിന്നിങ്ങിന്റെ പർപ്പസ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ 4 ഓപ്ഷൻസും എന്താണ് അണ്ടർപിന്നിങ്ങിന്റെ പർപ്പസ് തന്നെയാണ്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. 4 ആർ കറക്റ്റ്, അതായത് 4 ആൻസറിൽ വരുന്നതാണ്. സോ ദ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. The process of scaling away patches of plaster of previous coat due to lack of adhesion with the undercoat is called as. ഓപ്ഷൻ ബി, ഫ്ലേക്കിംഗ് ആണ് ആൻസർ ആയിട്ട് വരും. അപ്പൊ ഇതും നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽ കൺസ്ട്രക്ഷനിൽ വരുന്ന ചോദ്യമാണ്. സോ ദെൻ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുകയാണെങ്കിൽ ഇത് ഇതുപോലെ തന്നെ കാണാൻ പറ്റും. സോ നാച്ചുറൽ കളർ എന്ന് പറയുന്നത് ഓർച്ചസ് ആണ്, ആൻഡ് കാൽസിൻഡ് കളർ എന്ന് പറയുന്നത് കാർബൺ ബ്ലാക്ക് ആണ്, ആൻഡ് പ്രിസിപ്പിറ്റേറ്റ്സ് എന്ന് പറയുന്നത് ക്രോം യെല്ലോ ആണ്, ആൻഡ് ലാക്സ് എന്ന് പറയുന്നത് ഡിസ്കളറിംഗ് ബാരിയറ്റ്സ് ഓർ ചൈന ക്ലേ വിത്ത് ഡൈസ് ആണ്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി. The next question, 46th question, the shortcomings of bar chart are. ഇപ്പൊ ബാർ ചാർട്ടിന്റെ ഷോർട്ട് കമ്മിങ്സ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ, lack of degree of details, and second one, inability of show progress of work, and third one, time uncertainties. സോ നമുക്കറിയാം ഷോർട്ട് കമ്മിങ്സ് ഓഫ് ബാർ ചാർട്ട്സ് എന്ന് പറയുമ്പോൾ ഈ എല്ലാ ഓപ്ഷൻസും അതിൽ വരും. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. Next question, safety week observed every year to celebrate the foundation of National Safety Council of India is. So answer വരുന്നത് 4 to 10th March ആണ്. ഒരു
കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 4 to 10 മാർച്ച് ആണ് നമ്മൾ വീക്കായിട്ട്, സേഫ്റ്റി വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. Now the amount of time it takes to receive materials from a supplier after the initial order has been placed is known as. അതിന് ആൻസർ വരുന്നത് ലീഡ് ടൈം ആണ്. നമുക്ക് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലീഡ് ടൈം ഓപ്ഷൻ ബി ആണ് ആൻസർ. Now 49, the practice among those with power or influence of favoring relatives or friends is known as. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ന്യൂസിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന ഒരു വാക്കാണ്. ഓപ്ഷൻ ബി നെപ്പോട്ടിസം. So option B is the answer. Then next 50th question, the process of comparing any measured value with its true value is known as. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, ആക്യുറസി ആണ്. So the answer is B. Question number 51, the distribution means are designed for. Environmental engineering ഉള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ മീൻസ് നമ്മൾ എന്തിനാണ് ഡിസൈൻ ചെയ്യുന്നത്? മാക്സിമം അവർലി ഡിമാൻഡ് ഓൺ മാക്സിമം ഡേ ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ മീൻസ് ഡിസൈൻ ചെയ്യുക. ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. The next 52nd question, the biochemical oxygen demand of safe drinking water must be. നമുക്ക് എല്ലാവർക്കും അറിയാം BOD, ഡ്രിങ്കിങ് വാട്ടറിലെ BOD-യുടെ എമൗണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ നീൽ. ക്വസ്റ്റ്യൻ നമ്പർ 53, ഇതും എൻവയോൺമെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. The maximum permissible limit for fluoride in drinking water is 1.5 milligram per liter. ഇത് നമ്മൾ പ്രീവിയസ് ആയിട്ടും കണ്ടിട്ടുള്ള ചോദ്യമാണ്. The next question, what is the working pH range of methyl orange? ഇപ്പൊ methyl orangeന്റെ working pH range ആണ്. So also from environmental. So the answer will be option C, 3.1 to 4.4. Now question number 55, which of the following are least soluble forms of calcium and magnesium at normal water temperature? കാൽഷ്യം മാഗ്നീഷ്യം ഒരുപാട് ഫോംസ് ഉണ്ട്, അതിൽ ലീസ്റ്റ് സോലുബിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കാൽഷ്യം കാർബണേറ്റും മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡുമാണ് ലീസ്റ്റ് സോലുബിൾ ആയിട്ട് വരും. സോ ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. The next question, a water sample has a pH of 9.25. The concentration of hydroxyl ion in the water sample is. So the answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 10 to 4.75 moles per liter ആണ് ആൻസർ. So the answer is option B. Now 57, the process in which the chlorination is done beyond the break point is known as. ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ നമ്മൾ എല്ലാവരും എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കാര്യമാണ്. ഡിസ്ഇൻഫെക്ഷനിൽ വരുന്ന ടോപ്പിക്കാണ്. അപ്പൊ അവിടെ ഈ ബ്രേക്ക് പോയിന്റിന് ശേഷം നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് പറയുന്ന പേര് സൂപ്പർ ക്ലോറിനേഷൻ. നമുക്ക് എപ്പിഡമിക്സ് ഒക്കെ വരുന്ന സമയത്ത്, പകർച്ചവ്യാധികളൊക്കെ കൂടുതലായിട്ടുള്ള സമയത്താണ് നമ്മൾ ഇതുപോലെ ചെയ്യാറുള്ളത്. സോ ഓപ്ഷൻ സി, സൂപ്പർ ക്ലോറിനേഷൻ ഇസ് ദി ആൻസർ. The next question, match the following ആണ് again. So alkalinity എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? സോ അറിയാം, നമുക്ക് ആൽക്കലിനിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് H2SO4 ആണ്. ആൽക്കലിനിറ്റി H2SO4 ആണ്. ദെൻ ഹാർഡ്നെസ് നമ്മൾ കണ്ടുപിടിക്കാൻ ഏതാണ് യൂസ് ചെയ്യുന്നത്? EDTA ടെസ്റ്റ് ആണ്. സോ EDTA ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് ക്ലോറിൻ ടെസ്റ്റ്. ക്ലോറിൻ നമ്മൾ ചെയ്യാൻ കരുതി യൂസ് ചെയ്യുന്നത് സിൽവർ നൈട്രേറ്റ് ആണ്. സോ AgNO3. ആൻഡ് ഡിസോൾഡ് ഓക്സിജൻ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് സോഡിയം തയോസൾഫേറ്റ് Na2H2O3 സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി. Now question number 59, which of the following cations impart pseudo hardness to water? ടെമ്പററി ഹാർഡ്നെസ്, പെർമനന്റ് ഹാർഡ്നെസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എൻവയോൺമെന്റിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. ഇപ്പൊ ഫാൾസ് ഹാർഡ്നെസ്, സ്യൂഡോ എന്ന് പറഞ്ഞാൽ ഫാൾസ് എന്നാണ് മീനിങ്. ഇപ്പൊ സ്യൂഡോ ഹാർഡ്നെസ് ഇമ്പോർട്ട് ചെയ്യുന്ന എലിമെന്റ് എന്ന് പറയുന്നത് സോഡിയം ആണ്. സോ ഓപ്ഷൻ ഡി, സോഡിയം ഇസ് ദി ആൻസർ. Then 60th question, a single rapid test to determine the pollution status of a river is. ഒരു റിവറിന്റെ പൊല്യൂഷൻ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്നാണ്. സോ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഡിസോൾഡ് ഓക്സിജൻ. ക്വസ്റ്റ്യൻ നമ്പർ 61, ഇത് നമുക്ക് കോഡിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. As per IS 1893/2002, a soft story is one in which the lateral stiffness is less than
what percentage of that in the story above or less than 80% of average lateral stiffness of 3 stories above. അപ്പൊ നമുക്ക് കോഡിൽ നിന്നുള്ള പ്രൊവിഷൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കോഡിൽ നിന്ന് വന്നിരിക്കുന്ന പ്രൊവിഷൻ. കോഡിൽ അതേപോലെ പ്രൊവിഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ സോഫ്റ്റ് സ്റ്റോറിയും ഉണ്ട്, എക്സ്ട്രീം സോഫ്റ്റ് സ്റ്റോറിയും ഉണ്ട്. അപ്പൊ ആ സോഫ്റ്റ് സ്റ്റോറിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സോഫ്റ്റ് സ്റ്റോറിയുടെ ഡെഫിനിഷൻ ഇസ് ദ വൺ ഇൻ വിച്ച് lateral stiffness is less than 70% of that in the story above or less than 80% of the average lateral stiffness of the 3 stories above. അപ്പൊ ഈ 70 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് കോഡിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 70%. The next question, as per IS 13920 2016, what is the minimum grade of structural concrete that should be used in building? For buildings use ചെയ്യുന്ന minimum grade of structural steel ആണ് ചോദിച്ചിട്ട്, structural concrete ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ആസ് പെർ IS 13920 ആണ്, അതായത് ഡക്റ്റൈൽ ഡീറ്റെയിലിംഗിന്റെ കോഡാണ്. കോഡിലെ പ്രൊവിഷൻ നമുക്ക് നോക്കാം. കോഡിൽ പറയുന്നത് ഇങ്ങനെയാണ്, the minimum grade of structural concrete shall be M20 but M25 for buildings. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് M20 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് നമ്മൾ സ്ട്രക്ചറൽ ബിൽഡിംഗ്സിന് യൂസ് ചെയ്യുന്നത്. Now, question number 63. Modulus of rigidity of structural steel irrespective of its grade may be taken as. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളത്, നമുക്ക് ഓപ്ഷൻസ് ആക്ച്വലി ആൻസറിനകത്തില്ല. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 0.769 into 10⁵ ന്യൂട്ടൺ പെർ mm² അല്ലെങ്കിൽ മെഗാ പാസ്കൽ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏത് ഓപ്ഷൻ ചെയ്ത് നോക്കിയാലും ആ ഒരു 0.769 into 10⁵ വരില്ല. അപ്പൊ കറക്റ്റ് ആൻസർ എന്നുള്ളത് 0.769 into 10⁵ ന്യൂട്ടൺ പെർ mm² അല്ലെങ്കിൽ മെഗാ പാസ്കൽ ആണ്. ഓക്കെ, അപ്പൊ അത് ഈ ഓപ്ഷൻസിനകത്ത് എവിടെ ആക്ച്വലി ഇല്ല. The minimum grade of concrete that has to be used for post tension concrete structures. അപ്പോൾ post tension concrete structuresന് യൂസ് ചെയ്യുന്ന മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതും പ്രീവിയസ് ഇയർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, RCC-യിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി M40. Now question number 65. Which of the following is not a time dependent loss in pre-stressed concrete system? അപ്പൊ ഇതിനകത്ത് ക്രീപ്പ്, റിലാക്സേഷൻ, ശ്രിങ്കേജ് ഇത് മൂന്നും ടൈം ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ ടൈം ഡിപ്പെൻഡന്റ് അല്ലാത്തത് ഇലാസ്റ്റിക് ഷോർട്ടനിങ് മാത്രം. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ, ഇലാസ്റ്റിക് ഷോർട്ടനിങ്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്യുക, ക്രീപ്പ്, റിലാക്സേഷൻ ആൻഡ് ശ്രിങ്കേജ് മൂന്നും ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളതാണ്. The next question, 66th question, the external wind pressure acting on a roof depends on. അപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആൻസർ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് റൂഫ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, സ്ലോപ്പ് ഓഫ് റൂഫ്. Now question number 67. ഇത് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. The angle of inclination to the axis of member for lacing bars shall not be less than. അപ്പൊ ലേസിംഗ് ബാർസ് നമുക്കറിയാം, നമ്മൾ ബിൽട്ടപ്പ് മെമ്പേഴ്സിൽ കൊടുക്കുന്നതാണ്. ലേസിംഗ്സ്, ബാറ്റൺസ്, പെർഫറേറ്റഡ് പ്ലേറ്റ് കൊടുക്കാറുണ്ട്. അപ്പൊ ലേസിംഗ്സിന്റെ ഇൻക്ലിനേഷൻ വരുന്നത് 40 to 70 ഡിഗ്രി ആണ് റേഞ്ച് വരുന്നത് നോർമലി നമ്മൾ കൊടുക്കുന്നത്. അത് യൂഷ്വലി സാധാരണ എപ്പോഴും കൊടുക്കുന്നത് 45 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആ ഇൻക്ലിനേഷൻ എത്രയിൽ കുറയാൻ പാടില്ല എന്നാണ്. 40യിൽ കുറയാനും പാടില്ല, 70യിൽ കൂടാനും പാടില്ല. അപ്പൊ ഷാൽ നോട്ട് ബി മോർ ദാൻ എന്ന് ചോദിച്ചാൽ 70 ആൻസർ വരും. ഷാൽ നോട്ട് ബി ലെസ് ദാൻ എന്ന് ചോദിച്ചാൽ 40 ആൻസർ വരും. സോ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ, 40. Now the next question, വീണ്ടും നമുക്ക് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ ലേസിംഗ്സിൽ നിന്ന് അല്ലെങ്കിൽ ബാറ്റൺസിൽ നിന്ന് വരുന്നതാണ്. ലേസിംഗ്സ് ആൻഡ് ബാറ്റൺസ് ആർ ഡിസൈൻ ടു ടേക്ക് കെയർ ഓഫ്. നമുക്കറിയാം ലേസിംഗ്സ്, ബാറ്റൺസ്, പെർഫറേറ്റഡ് പ്ലേറ്റ് ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഷിയർ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് മെമ്പേഴ്സിന് ബിൽട്ടപ്പ് സെക്ഷൻസ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനാണ് നമ്മളത് കൊടുക്കുക. സോ ഓപ്ഷൻ ഡി, ഷിയർ ഫോഴ്സ് ഇസ് ദി
ആൻസർ. Now, question number 69. Maximum effective slenderness ratio for compression flange of beam subjected to lateral torsional buckling is. ഇത് IS 800 2007 ഒരു ക്ലോസ് ആണ്. അപ്പൊ അവിടെ സ്ലെൻഡർനെസ് റേഷ്യോ ഫോർ കംപ്രഷൻ ആൻഡ് ടെൻഷൻ മെമ്പേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കംപ്രഷൻ ഫ്ലാഞ്ച് ഓഫ് ബീം ആണ്. അപ്പൊ നമുക്ക് ആ ഒരു കോഡിന്റെ പ്രൊവിഷൻ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് കോഡിൽ പറഞ്ഞിരിക്കുന്ന കംപ്രഷൻ ആൻഡ് ടെൻഷൻ മെമ്പേഴ്സിനുള്ള മാക്സിമം സ്ലെൻഡർനെസ് റേഷ്യോ. അപ്പൊ ഇവിടെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കംപ്രഷൻ ഫ്ലാഞ്ച് ഓഫ് എ ബീം അഗൈൻസ്റ്റ് ലാറ്ററൽ ടോർഷണൽ ബക്ലിംഗ് 300 ആണ് മാക്സിമം സ്ലെൻഡർനെസ് റേഷ്യോ. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരും. The next question, 70th question. In beams designed for seismic detailing criteria, the tension steel ratio on any phase shall not be less than. അപ്പൊ ഈ ക്വസ്റ്റ്യനും കോഡിൽ നിന്നാണ് ഡക്റ്റൈൽ ഡീറ്റെയിൽ 13920 എന്ന് പറയുന്ന കോഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കോഡിൽ പ്രൊവിഷൻ നോക്കാം. ഇതാണ് കോഡിൽ പറയുന്ന പ്രൊവിഷൻ. സോ ഇവിടെ ബി സെക്കൻഡ് വണ്ണില് ദ ടെൻഷൻ സ്റ്റീൽ റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ എനി ഫേസ് അറ്റ് എനി സെക്ഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 0.24 ഇൻറ്റു റൂട്ട് ഓഫ് FCK ഡിവൈഡഡ് ബൈ FI ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇതേ ക്വസ്റ്റ്യൻ ആണ്, ഇതേ ഫോർമുലയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ ദ ആൻസർ നോക്കാം. So the answer is option A, 0.24 root of FCK divided by FY. Then 71th question. Consider the singly reinforced beam shown in figure below at cross section XX, which following statement is correct in limit state method. So option ഇങ്ങനെയാണ്. The variation of stress is linear and that of strain is non-linear. അപ്പൊ അത് ക്വസ്റ്റ്യൻ തെറ്റാ, ആ ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താണ്, സ്ട്രെയിൻ എപ്പോഴും ലീനിയർ ആയിട്ടാണ് വരുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ ദ വേരിയേഷൻ ഓഫ് സ്ട്രെയിൻ ഈസ് ലീനിയർ ആൻഡ് ദാറ്റ് ഓഫ് സ്ട്രെസ് ഈസ് നോൺ ലീനിയർ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സ്ട്രെയിൻ എപ്പോഴും ലീനിയർ ആയിരിക്കും ആൻഡ് ദ സ്ട്രെസ് ഡയഗ്രാം ഈസ് നോൺ ലീനിയർ. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കറക്ഷൻ പറയാനുണ്ട്. നേരത്തെ നമ്മൾ പോസ്റ്റ് ടെൻഷനിങ്ങിന്റെ ഗ്രേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആൻസർ മാർക്ക് ചെയ്തിരുന്നത് തെറ്റിപ്പോയതാണ്. M30 തന്നെയാണ് ആൻസർ ആയിട്ട് വരും. എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്യുക. M30 is the answer. Okay, next question. 72 the question. The development length of deformed reinforcement bar can be expressed as 1 by K into 5 sigma S divided by tau BD. From IS 456-2000, the value of K can be calculated as. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഭാഗമാണ്. ഡെവലപ്മെന്റ് ലെങ്തിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡെവലപ്മെന്റ് ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. 5 sigma S into 5 divided by 4 tau BD ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് ദിസ് ഈസ് എ ഡീഫോംഡ് റീഇൻഫോഴ്സ്മെന്റ് ബാർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഡീഫോംഡ് ബാർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, tau BDയുടെ വാല്യൂ എന്ത് ചെയ്യും, 1.6 ടൈംസ് ഇൻക്രീസ് ചെയ്യും. സോ ഇവിടെ ഈ K എന്ന് പറയുന്നത് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് കോമൺലി നമ്മൾ ഡെവലപ്മെന്റ് ലെങ്ത് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് sigma S into 5 divided by 4 into tau BD ആണ്. ഇപ്പൊ ഡീഫോംഡ് ബാർ യൂസ് ചെയ്തത് കാരണം tau BDയുടെ വാല്യൂ എന്ത് ചെയ്യും, 1.6 ടൈംസ് ഇൻക്രീസ് ചെയ്യും. സോ ദ K value is equal to 4 into 1.6. So the answer will be option A, 6.4. Consider the following statements. There will be no defects in select grade timber. Second one, the caudal values for strength of grade 2 timber without defects may be reduced by 37.5%. And third one, for timber used as column, the permissible stress in ungraded timber is adopted with a multiplying factor of 0.50. And fourth one, in case of wind force and earthquake, of modification factor of 1.33 is adopted. Which of the above statement are correct? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത് നമുക്ക് ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദ്യം. അപ്പൊ ഇതിനകത്ത് 1, 2 and 3 തെറ്റാണ്.
അതായത് ഈ മൂന്നും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇവിടെ ഗ്രേഡ് 3 ടിമ്പർ എന്ന് വന്നിരുന്നെങ്കിൽ അത് കറക്റ്റ് ആയി. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് എന്നാണ്. ആക്ച്വലി ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. 1, 2 and 3 റോങ് ആണ്. അപ്പൊ അതിന്റെ കാര്യം ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഗ്രേഡ് 2 വന്നത് കൊണ്ടാണ് അത് തെറ്റായിട്ടായത്. ഇത് ഗ്രേഡ് 3 ആണെങ്കിൽ അത് കറക്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഒന്നും ഇല്ല, കാരണം ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്. സോ നമുക്ക് ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ എറർ ഉണ്ട്, ആൻസർ ഇല്ല. When a spirally reinforced short column is loaded axially, the concrete inside the core is subjected to. അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് വരുന്നത് inside the core concrete is subjected to triaxial compression. So option C ആണ് ആൻസർ ആയിട്ട് വരും. Then next question, 75th question, the spacing of bar in a flat slab shall not exceed how many times the slab thickness except where a slab is cellular or ribbed construction. So answer എന്ന് പറയുന്നത് 2 ആണ്. ഓപ്ഷൻ A 2 ആണ് ആൻസർ. Okay, the unsupported length between end restraints shall not exceed how many times the least lateral dimension of a column. നമുക്ക് RCCയിൽ വരുന്ന ഒരു ചോദ്യമാണിത്. അപ്പൊ അതിൽ അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയുന്നത് 60 ടൈംസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇതെല്ലാം കോഡിലുള്ള പ്രൊവിഷൻസ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. Then next question, 77th question, as per IS 875 part 3 2015, value of internal pressure coefficient for buildings with a medium openings between about 5 to 20% of wall area is. അപ്പൊ ഇതും നമ്മുടെ കോഡിലുള്ള IS 875 കോഡിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് കോഡൽ പ്രൊവിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ആ കോഡൽ പ്രൊവിഷൻ ആക്ച്വലി ഇപ്പൊ നമുക്ക് മിസ്സിംഗ് ആണ്. അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ ചാറ്റ് ബോക്സ് ലിങ്ക് ആയിട്ട് ഇടുന്നതായിരിക്കും. ആക്ച്വലി ആൻസർ വരുന്നത് +or-0.5 ആണ്. കാരണം ഈ റേഞ്ച് വരുന്നത് കാരണം 5 to 20% ഓഫ് ദി വോൾ ഏരിയ എന്ന് വരുന്നത് കാരണം ആൻസർ എന്ന് പറയുന്നത് +or-0.5 ആണ്. അത് കോഡിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ ആണ്. അപ്പൊ അത് കോഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് അനദർ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. 2 bolted plates under tension with alternative arrangement of bolt holes are shown in figure 1 and 2. The hole diameter, pitch and gauge length are D, P and G respectively. Which one of the following in the figure is showed to have higher tensile capacity of configuration shown in figure 2 than that shown in figure 1? അതായത് നമുക്ക് രണ്ട് കേസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ രണ്ടിലും ഏതിനാണ് കൂടുതൽ ടെൻസൈൽ കപ്പാസിറ്റി, അതിന്റെ റിലേഷൻ എന്തായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് പ്ലേറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് പിച്ച് തന്നിട്ടുണ്ട്, സ്റ്റാഗേർഡ് ബാക്കി ഡിസ്റ്റൻസസ് എല്ലാം ഡയമീറ്റർ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോ the tensile strength of the plate 2 is greater than that of the plate 1 എന്നുള്ള കണ്ടീഷൻ ആണ് നമുക്ക് വരും. അപ്പൊ ഇതില് ഈ എ നെറ്റ് നമുക്കറിയാം, ഇക്വേഷൻ നമുക്കറിയാം 0.9 into area net into ultimate strength divided by partial safety factor. അപ്പൊ ഇതില് നെറ്റ് ഏരിയ എടുക്കുമ്പോൾ സെക്കൻഡ് പ്ലേറ്റിന്റെ നെറ്റ് ഏരിയ എന്താണ് വരിക? ബി മൈനസ് നമ്പർ ഓഫ് ഹോൾസ് ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട് ഹോൾ പ്ലസ് പി സ്ക്വയർ ബൈ 4g. അതായത് നമ്മൾ ഇക്വേഷൻ പഠിക്കുന്ന എസ് സ്ക്വയർ ബൈ 4g എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ സ്റ്റാഗേർഡ് പിച്ചിന് പി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പി സ്ക്വയർ ബൈ 4g ഇൻറ്റു തിക്നെസ് എന്ന് വരും. പക്ഷെ ഫസ്റ്റ് പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഒറ്റ ബോൾട്ട് ഹോൾ ആണ് വരുന്നത്. അപ്പൊ നെറ്റ് ഏരിയ എന്ന് പറയുന്നത് ബി മൈനസ് ഡി ഇൻറ്റു ടി എന്ന് വരും. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നത് പി സ്ക്വയർ ഗ്രേറ്റർ ദാൻ 4gd എന്നൊരു റിലേഷൻ ആണ് നമുക്ക് കിട്ടുക. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പി സ്ക്വയർ ഗ്രേറ്റർ ദാൻ 4gd. Now, if a column of 5 meter is effectively held in position and restrained against rotation at one end, എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്, and the other restrained against rotation but not held in position, അതായത് അതർ എൻഡിൽ റൊട്ടേഷൻ ഇല്ല പക്ഷെ മൂവ്മെന്റ് പോസിബിൾ ആണ്. Recommended value of the effective length
to be considered in design will be. നമ്മൾ പഠിക്കുന്നതാണ് കംപ്രഷൻ മെമ്പേഴ്സിന്റെ എഫക്റ്റീവ് ലെങ്തിന് കുറെ ക്രൈറ്റീരിയാസ് നമ്മൾ പഠിക്കുന്നുണ്ട്. കോഡിൽ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ തിയററ്റിക്കൽ വാല്യൂം ഉണ്ട്, റെക്കമെൻഡഡ് വാല്യൂ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന കേസ്, അതായത് ഒരു എൻഡ് ഫിക്സ്ഡും അതർ എൻഡിൽ റൊട്ടേഷൻ ഇല്ല പക്ഷെ മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ ആ കേസിൽ നമുക്ക് വരുന്ന കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മുടെ കോഡിൽ പറഞ്ഞിരിക്കുന്ന ടേബിൾ വരുന്നത്. അവിടെ തിയററ്റിക്കൽ വാല്യൂ കാണിച്ചിട്ടുണ്ട്, റെക്കമെൻഡഡ് വാല്യൂ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്പർ 4 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ അതാണ്. ഇപ്പൊ 4ൽ പറയുന്നത് എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ ആൻഡ് റീസ്ട്രെയിൻഡ് അഗൈൻസ്റ്റ് റൊട്ടേഷൻ അറ്റ് വൺ എൻഡ്, അതായത് ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്. അതർ എൻഡ് റീസ്ട്രെയിൻഡ് അഗൈൻസ്റ്റ് റൊട്ടേഷൻ ബട്ട് നോട്ട് ഹെൽഡ് ഇൻ പൊസിഷൻ. അപ്പൊ അതിന്റെ തിയററ്റിക്കൽ വാല്യൂ 1L ആണ്. റെക്കമെൻഡഡ് വാല്യൂ ഇസ് 1.2L. അതാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. 1.2L ആണ് റെക്കമെൻഡഡ്. ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, റെക്കമെൻഡഡ് വാല്യൂ ആണ് ചോദ്യം. അപ്പൊ നമുക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് 5 മീറ്റർ ആണ് ലെങ്ത് തന്നിരിക്കുന്നത്, ആക്ച്വൽ ലെങ്ത് തന്നിരിക്കുന്നത്. സോ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 1.2L എന്ന് വരും. That is 1.2 multiplied by 5, which is equal to 6. So answer is 6 meter. Okay, ഇത് എപ്പോഴും നമുക്ക് പ്രീവിയസ് ആയിട്ടും ഒരുപാട് എഫക്റ്റീവ് ലെങ്ത് ക്വസ്റ്റ്യൻസ് കിട്ടാറുള്ളതാണ്. Now, which of the following equation is correct for bolt subjected to combined shear and tension? അപ്പൊ ഇതും IS 800 2007 ഒരു ക്ലോസ് ആണ്. നമുക്ക് ആ ക്ലോസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇത് IS 800 ക്ലോസ് ആണ്. ഇതിൽ പറയുന്നുണ്ട് കമ്പൈൻഡ് ഷിയർ ആൻഡ് ടെൻഷൻ വരുമ്പോൾ നമുക്ക് വരുന്നത്, ഇപ്പൊ ഇതിനകത്ത് V എന്ന് പറഞ്ഞാൽ ഷിയറിനെയാണ് റെപ്രസെന്റ് ചെയ്യുക, T എന്ന് പറയുന്നത് ടെൻഷനാണ്. അപ്പൊ VSB എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഷിയർ ഫോഴ്സ് ആക്ടിങ് ആണ്. VDB എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം ഷിയർ കപ്പാസിറ്റിയാണ്. അതുപോലെ തന്നെ അതിൽ ആക്ട് ചെയ്യുന്ന ടെൻഷനും അതിന് ആക്ച്വലി മാക്സിമം എടുക്കാൻ പറ്റുന്ന ടെൻഷൻ. അപ്പൊ ഇതിന്റെ സം ഓഫ് സ്ക്വയേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് വരേണ്ടത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. So next question, 81st question, the typical values of specific gravity of solid particle of silty sand are above. Silty സാൻഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ക്ലാസ്സിൽ എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 2.66 to 2.7 ആണ്. Now, question number 82. ഇതും ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. The soil has D60 is equal to 0.08 and D10 is equal to 0.004. Then the uniformity coefficient of soil is. So നമുക്കറിയാം uniformity coefficient is equal to D60 by D10 എന്ന് വരും. So that is equal to 0.08 divided by 0.004. So the answer is 20. Option A ആണ് ആൻസർ ആയിട്ട് വരും. Then 83, question number 83, consistency index show the nearness of the water content of the soil to its. So answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. So answer is option C plastic limit. Question number 84. Coefficient of permeability of an unsaturated soil can be determined by using. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിലും കുറച്ചൊരു കൺഫ്യൂഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ മോസ്റ്റ് പ്രോബബിൾ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, കമ്പ്യൂട്ടേഷൻ ഫ്രം ദി പാർട്ടിക്കിൾ സൈസ്. അപ്പൊ ഇത് കുറച്ചൊരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ആൻസർ കീ വന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. എന്തായാലും മോസ്റ്റ് പ്രോബബിൾ ആൻസർ ഇസ് ഓപ്ഷൻ സി. The next question, 85th question, the critical gradient at which the specific gravity of solid as 2.67 and the void ratio of 0.67 is. ഇത് നമ്മൾ യൂഷ്വലി അല്ലെ കോമൺലി കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് I equal to G minus 1 divided by 1 plus E. സോ നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ G നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 2.67 ആണ്, -1 divided by 1 plus ഇയുടെ വാല്യൂ 0.67 തന്നിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we get 1. സോ the answer is option 1. ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും.
Okay. Question number 86. Primary consolidation of soils occurs due to. ഇതും GT നിന്ന് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പ്രൈമറി കൺസോൾട്ടേഷനിൽ സംഭവിക്കുന്നത് എക്സ്പെൽഷൻ ഓഫ് വാട്ടർ ഫ്രം ദി വോയിഡ്സ് ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. Then 87th question. The type of failure occur in loose sand during shearing stage of shear strength test is. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും ഇതും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ പ്ലാസ്റ്റിക്. Now, question number 88. Select the incorrect statement. അപ്പൊ ഇവിടെ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിലുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഓപ്ഷൻ എ, അതായത് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് എ സോയിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എമൗണ്ട് ആൻഡ് ഡയറക്ഷൻ ഓഫ് ലോഡ്, അതാണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. Then 89th question. The minimum spacing between compaction pile in terms of their diameter D is. So answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 2D ആണ്. Now, question number 90. The rise of water table in cohesionless soils up to ground surface reduces the net ultimate bearing capacity approximately by. അപ്പൊ കോഹഷൻലെസ് സോയിൽ എത്രയാണ് കുറയുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ 50% ആണ് നമുക്ക് അവിടെ റിഡക്ഷൻ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. Then 91st question. The distance between two consecutive vehicle is called. The distance between the two consecutive vehicle എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ട്രാഫിക് എഞ്ചിനീയറിംഗിലെ ക്വസ്റ്റ്യൻ ആണ്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി സ്പേസ് ഹെഡ്വേ. Now, question number 92. The number of vehicles per unit length at any instant of time is called as. ഇത് ട്രാഫിക് എഞ്ചിനീയറിംഗിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ കിലോമീറ്റർ എന്നൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഇസ് ഡെൻസിറ്റി. ട്രാഫിക് ഡെൻസിറ്റി എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ യൂണിറ്റ് ലെങ്ത്. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. The 93rd question. The minimum space headway in a traffic stream is equal to. So minimum space headway എന്ന് പറയുന്നത് which is equal to lag distance plus axle length ആണ്. So the answer will be option A SG plus L. Now, question number 94. If the sport speeds are 50, 40, 60, 54 and 45 km per hour, then the time mean speed is. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജസ്റ്റ് ആവറേജ് എടുത്താൽ മതിയാവും. 50, 40, 60, 54 and 45. ഇതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 49.8 കിലോമീറ്റർ പെർ അവർ. ട്രാഫിക് എഞ്ചിനീയറിംഗ് എന്നുള്ള എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. The next question, to 95th question. The speed distribution of vehicles at a point on the roadway is. So the answer is option D. Time means speed. Time means speed. Now, question number 96. The vertical alignment of a highway includes. ഒരു ഹൈവേയുടെ വെർട്ടിക്കൽ അലൈൻമെന്റ് എങ്ങനെ ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആകും എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഡിസൈൻ ഓഫ് വാലി കർവ്സ് ആൻഡ് ഗ്രേഡിയൻസ്. ഓപ്ഷൻ സി. The 97th question. The ruling gradient required for plain or rolling terrain is. അപ്പൊ ഇത് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ മാറി മാറി പല ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി 1 in 30. Now, question number 98. Bleeding in the bituminous pavement surface causes. എന്ത് സംഭവിക്കും? ബിറ്റുമിനസ് പേയ്മെന്റിൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ലോസ് ഓഫ് സ്കിഡ് റെസിസ്റ്റൻസ്. സ്കിഡ് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. ഇതെല്ലാം തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, തിയറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. The 99th question. The surface depression along the wheel path is called. The surface depression along the wheel path is called option B surface rutting ആണ്. So answer എന്ന് പറയുന്നത് option B surface rutting. Now, question number 100. In the rigid pavement construction, the double bars are provided to. നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഡബിൾ ബാർസ് എന്തിനാണ് കൊടുക്കുന്നത്. So it is provided to distribute load between the slabs in horizontal direction. So that comes to the end of our question paper discussion. അപ്പോൾ ഇതിൽ കുറച്ച് പേർക്ക് ഏതെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്പൻസി തോന്നാം.
അപ്പൊ അങ്ങനെയുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ലിങ്ക് വഴിയോ എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഫോർത്ത് കമ്മിങ് ആയിട്ടുള്ള എക്സാംസ് എന്ന് പറയുന്നത് ഇപ്പോൾ കറന്റ് നമുക്ക് വരാൻ പോകുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും കേരള വാട്ടർ അതോറിറ്റിയുമാണ്. ഇപ്പൊ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓൾറെഡി നമുക്ക് സിലബസ് വന്നിട്ടുണ്ട്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി വരുന്നുണ്ട്. അപ്പൊ കേരള വാട്ടർ അതോറിറ്റിക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഇൻക്ലൂഡിങ് വർക്ക്ഔട്ട് സെഷൻസ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് KWA 30 എന്ന് പറയുന്ന കോഡ് നിങ്ങൾ സിവിൽ ആപ്പിൽ കയറിയിട്ട് ആ കോഡ് അപ്ലൈ ചെയ്താൽ 10% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി വരുന്ന ഈ 2 മേജർ എക്സാംസിനും അത്യാവശ്യം നമുക്ക് കുറച്ച് വേക്കൻസി ഉള്ള എക്സാംസ് ആണ്. അപ്പൊ ഇതുപോലെ തന്നെ കുറച്ച് ഇൻ ഡെപ്ത് ആയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ എക്സാമിന്റെ റിസൾട്ട് എല്ലാവർക്കും പോസിറ്റീവ് ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഫോർത്ത് കമ്മിങ് എക്സാംസിന് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.